ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഈസ് മീ ത്രിലോക്സ് ഗെയിമിംഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ലെറ്റ്സ് പ്ലേയുടെ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ ആലോചിക്കും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്ന റെയ്ഡ് ഫാമിലാണ് ഗൈസ്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ റെയ്ഡ് ഫാമിൻ്റെ വീഡിയോ ഫോർമാറ്റ് വർക്കായില്ല. സോ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല നിങ്ങൾക്ക്. വർക്കായിട്ട് അത് ആകുന്ന പോലെ കാണിച്ചു, പക്ഷേ ആയില്ല. കുഴപ്പമില്ല ഗൈസ്, എനിക്ക് കുഴപ്പമില്ല. പിന്നെ സാഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മറ്റേ ഇവിടെ കൊണ്ടിടണം. പിന്നെ നമ്മൾ ഓഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ തൊട്ടടുത്താണ് ബേസിൻ്റെ. നമ്മൾ ഇന്ന് വില്ലേജറുമായിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നു ഗൈസ്. എല്ലാവരും അടിക്കൈ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാനിത് ഇന്ന് പൊട്ടിച്ചിട്ട് വേറെ ഉണ്ടാക്കും ഗൈസ്. നമ്മുടെ വീഡിയോ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് വേണ്ട. പിന്നെ ഞാൻ ഒരു തവണ ചത്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു സോമ്പി വന്ന് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് എന്നെ കുത്തിക്കൊന്നു. അങ്ങനെ ഒരു തോട്ടം പൊട്ടി ആ അച്ചീവ്മെൻറ്റും കിട്ടി. മൊത്തം പണിയായിരുന്നു ഗൈസ്. സോറി ഗൈസ്, ഞാൻ കാരണം വീഡിയോക്കകത്ത് എനിക്ക് രണ്ടും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അത് ഞാൻ അറിഞ്ഞത് എൻ്റെ ഈ റെക്കോർഡിങ് എന്തോ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. സോ റെക്കോർഡിങ് കറക്റ്റായിപ്പോയി. നമ്മുടെ ട്രേഡിംഗ് ഹാളിലേക്കുള്ള വില്ലേജിനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ ആ സൈഡിലോട്ട് വേറെ റെയ്ഡ് ഫാം പണിയും കേസ്. കാരണം ഇത് നമ്മൾ കാണിച്ചില്ല. സോ എനിക്ക് കാണിച്ചോളം പണിയണമെന്നുണ്ട്. നമ്മൾ പണിഞ്ഞു, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ ഓഷനിലേക്കുള്ള ഒരു പോർട്ടൽ മണ്ടയിലേക്ക് ആക്കിയായിരുന്നു. ഇതാണ് നമ്മുടെ ഹോം പോർട്ടൽ. ഇതിൻ്റെ റിസോഴ്സ് പാക്കാണ് ഈ ടോട്ടം എങ്ങനെ ഇരിക്കുന്നതൊക്കെ. കുറച്ച് റിസോഴ്സ് പാക്കൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലുക്കുള്ള സാധനം. എനിക്കും കൂടെ കുറച്ച് ലുക്ക്. നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ആ ക്യാമലിനെ കിട്ടാം. പിന്നെ നമുക്ക് ക്യാമലുമായിട്ട് നടന്നാൽ മതിയല്ലോ. ക്യാമലിനെ കിട്ടിയ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ പോയി കാണുക ഗൈസ്. പിന്നെ ഹാപ്പി ഗ്യാസ് എന്നുള്ളത് അതും ഉണ്ടാക്കും പതിയെ സമയമുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വെച്ചാൽ വില്ലേജർ ട്രേഡിംഗ് ഹാൾ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഒരു വില്ലേജിനെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ അവനൊന്നും അവനൊന്നും ഞാൻ ചെയ്യാൻ പോയില്ല. ട്രേഡ് ചെയ്യാൻ പോയിട്ടില്ല. സോ നമുക്ക് അവിടെ ചിലപ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ എത്തട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റാക്കി പറഞ്ഞ സാധനം. ഇതാണ് നമ്മൾ പറഞ്ഞ വില്ലേജർ. അയ്യോ, കാരണം എൻ്റെ തോട്ടത്തിൻ്റെയൊക്കെ സൈഡിൽ എന്തോ പറ്റി. ഇത് ചേർത്തിൻ്റെ ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അതൊന്ന് കുളം എടുത്താൽ ഞാൻ യെസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം. കാരണം ഞാൻ കുറച്ച് കോറ ഞാൻ നേരത്തെ മൈൻഡ് ചെയ്ത് വെച്ചായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇങ്ങനെ വരുമെന്ന്. ഇപ്പോഴത്തേക്ക് അതിൻ്റെ കൊണ്ടുവന്നിട്ട് അടുത്ത വില്ലേജിനെ കൊണ്ടുവരികയാണ് എൻ്റെ പ്ലാൻ. അത് നമ്മൾ എല്ലാത്തിനെയും ഇതൊക്കെ മതി കൈവയ്ക്കാം. പക്ഷെ ഞാൻ എന്തായാലും തോട്ടം കൈ പിടിക്കണ്ടായിരുന്നില്ല ഗൈസ്. ഇവിടെ വന്നു നമ്മൾ അത്യാവശ്യം കുറേ വേണമെന്നറിയാലോ ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ മേടിച്ച് വെക്കുന്നുണ്ട് ഗൈസ്. ഇനി അടുത്തവനെ കൊണ്ടുവന്ന് അടുത്തവനെ ഞാൻ സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം. അടുത്തവനെ ഇവിടെ എത്തിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അറിയില്ല അടുത്തവൻ എത്രയും അതിനെ തരുതി നോക്കാം. പിന്നെ നമുക്ക് ഇപ്പം തന്നെ ഞാൻ ഇതിനു വേണ്ടിയാണ് ആ ട്രേഡ് ഫാം പണിഞ്ഞത്. നമുക്ക് അതിന് കുറച്ച് കൊടുത്ത് സെറ്റാക്കാൻ. ബട്ട് അത് വീഡിയോ കിട്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു ഗൈസ്. ശരിക്കും ദേഷ്യം വരുന്നു. വിട്ടാ ചിന്ന ഫാം കാനോൺ ഡിസ്മൈഡ് ഒന്നുമില്ല. എൻ്റെ ബാഡ്മോൺ 5 കൊടുത്തപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എനിക്ക് അതിവിടെ ഇരിപ്പുണ്ട്. ഇതെന്താ കേസ്, എൻ്റെ കയ്യിൽ എന്തൊക്കെ ഓടുന്നുണ്ട്. അതെന്താ വിട്ടാണ് എനിക്കും എന്താണെന്ന് അറിയില്ല. നമ്മൾ ഈ സൈഡിലിരിക്കുന്ന ഇതൊക്കെ എടുത്ത് കളഞ്ഞാലോ എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ എടുത്ത് എന്നാൽ തിരിച്ചു വേണം. ഈ കോള മൈൻ ചെയ്യാൻ എൻ്റെ 5 പിക്കാക്സ് പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ കുഴിയിലെടുത്തു. നമ്മുടെ വില്ലേജർ കുറേ വില്ലേജർ ഞാൻ കൊന്നു കളഞ്ഞു. എൻഡിറ്റിക്രൊക്കെ അടിച്ച് ഇവന്മാരും ഇങ്ങോട്ട് വരാതായി. സോ അവന്മാരെ കൊല്ലൊന്നും കിട്ടിയില്ല. ഇതെന്താ ഗൈസ്, മൊത്തം കിട്ടാത്ത വീഡിയോ ആയിരുന്നു. അവസാനം എന്തെങ്കിലും കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇല്ലെങ്കിൽ നമ്മൾ ഹീറോ ഓഫ് ദ വില്ലേജ് ഉണ്ട്.
ലെഫ്റ്റ് വില്ലേജ് ആ നമ്മളൊരു റെയ്ഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ നേരത്തേക്ക് മനസ്സിലായത് അതൊന്നുമേ ഇല്ലായിരുന്നു. ഉള്ളതാണെങ്കിൽ പോവും. ഇതിപ്പോൾ പിന്നെ എത്ര തരുമെന്ന് നോക്കണം ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ് നമ്മൾ അടുത്തവനെയും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇവനെയും നമ്മൾ 11 എമറാൾഡ് കൊടുത്ത് ആ ട്രെയിൻ അങ്ങ് ബുക്ക് ചെയ്തിട്ട് പതിയെ അയമ്പ് ചെയ്യാൻ തുടങ്ങും ഗൈസ്. എല്ലാവരും ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ കുറച്ച് പേരെയും കൊണ്ടുവരുന്നുള്ളൂ. ഇവിടെയുള്ള എല്ലാവരെയും നമുക്ക് മാക്സിമം ലെവലാക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യണം ഗൈസ്. പക്ഷെ കോള തീരുമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് കോള വെച്ച് ചെയ്യാം ഗൈസ്. അവരുടെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കോള വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്തവരെ കൊണ്ടുവന്നത് കാണിക്കാം ഗൈസ്. അടുത്തവനെ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് രാത്രി ആവശ്യം നമുക്കൊന്ന് ഉറങ്ങാം. എമറാൾഡിന് അവൻ നമ്മുടെ ബുക്ക് ചെയ്യുമായിരിക്കും. ഇല്ലെങ്കിൽ പോവും പറ. ഇല്ലെങ്കിൽ ഭയങ്കര പാടാ ഗൈസ്. നിങ്ങൾക്കും അറിയാലോ വില്ലേജർ ഓക്കെ. ഈ മൂടിട്ടൊക്കെ കൊണ്ട് സുഖ ഗൈസ് ആകുമായിരിക്കും. 62 എമറാൾഡ് ഇപ്പം നമ്മുടെ കയ്യിൽ. ഇപ്പം തന്നെ ചുമ്മാ അവന്മാരെ ഇങ്ങനെ ചെയ്തപ്പം. സോ അടുത്തവനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വരാം ഗൈസ്. അടുത്തവനെയും കൊണ്ടുവന്നിട്ടുണ്ട്. സോ കോള എടുത്ത് നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് അപ്പം കാണിക്കാമെന്ന് കരുതി. അതാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ. ഇത് ആകില്ല. യെസ്, ഞാൻ കുറച്ച് കോള എടുത്തുള്ളൂ. അപ്പം 5 ഇതിന് വേണം ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനൊരു സ്റ്റാക്ക് എടുത്തുകൊണ്ട് വന്നാൽ എൻ്റെ ഇത് മൊത്തം പോകും. സോ ഒരു തവണ ഞാൻ അവനെ ട്രേഡ് ചെയ്യാവുള്ളൂ. കാരണം ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് 4 വേറെ യുവന്മാർ. അത് നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും. കാരണം ഞാൻ അധികം താമസിച്ചത് കാണിക്കും ഗൈസ്. അപ്പം അടുത്തവനെ കൊണ്ടുവരട്ടെ. അപ്പം ബൈ ഗൈസ്. അപ്പം നമ്മുടെ അടുത്തവനായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പം തന്നെ മാക്സ് ആക്കാം ഗൈസ്. ഗൈസ് ഇത് മേടിക്കണം ഗൈസ്. ഇന്ന് മുതൽ നമുക്ക് കഴിക്കാൻ പോകുന്നത് ഗോൾഡൻ ക്യാരറ്റ് ആയിരിക്കും. സോ ബാക്കിയുള്ള ഫുഡെല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഇതിനു വേണ്ടി വേറെ ചെസ്റ്റ് എടുക്കേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞാൻ തന്നെ അടുത്തവനെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. നമ്മൾ ബാക്കി 3 ഫാമറിനെ കൂടെ സെറ്റാക്കി. പക്ഷേ ഇവന്മാർക്ക് കൊടുക്കാൻ എമറാൾഡ് ഇല്ല. സോ അടുത്തുള്ളവനെ ഇവിടെ കയറ്റിയിട്ട് കിട്ടുന്നത്. അപ്പോൾ അവനെ നമ്മൾ വലുതായി വിട്ടേക്കുവാണ്. ഇതെനിക്ക് മനസ്സിലാത്ത ഗൈസ്. ഇപ്പോൾ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാർ ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇവനെ കയറ്റാൻ പറ്റുമോ? കയറ്റാൻ പറ്റുമെങ്കിൽ അപ്പോൾ പണി എളുപ്പമായി ഗൈസ്. അപ്പോൾ ഇവന് കൊടുക്കാൻ പറ്റിയ പണി നിങ്ങളെ കാണിച്ചുകൊണ്ട് നിർത്താം. കണ്ടോ ഇവൻ കുറച്ചും എനിക്ക് ഇവന്മാരുടെ അടുത്ത് കൊടുപ്പം. ഞാനിവിടെ വേറെ ചെസ്റ്റും കൂടെ വെച്ച് ഗൈസ്. ഫുഡിൻ്റെ ആളെ നിങ്ങൾക്കറിയാലോ. അവന്മാരെ പണിയെടുപ്പിക്കാൻ പണി പഠിപ്പിക്കാനല്ല, പണിയെടുപ്പിക്കാനുള്ള സാധനം സെറ്റാക്കാൻ കുറച്ച് പാടാം. അപ്പോൾ അവന് ജോലി കൊടുത്തിട്ട് ഞാനിവിടെ മൊത്തം ആൾക്കാർ നിർത്തിയിട്ട് കാണിക്കാം ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവന്മാർ എന്തൊക്കെയാണ് പണിയെടുക്കാൻ പോകുന്നത്. സോറി ഗൈസ്. വാണ്ടിങ് ട്രേഡർ വന്നിട്ടുണ്ട്. അവൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കാം ഗൈസ്. ഇതൊക്കെ ഓക്കെ. പക്ഷെ ഇതെന്ത്? എനിക്ക് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. പക്ഷെ അത് 5 അവൻ എടുക്കുള്ളൂ. അതിന് പേര് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ്. കാരണം ഇതെന്താ ഗൈസ്? അയൺ പിക്കാക്സോ വാണ്ടറോ? അത് വിട് ഗൈസ്. ഇവന്മാരെ ഞാൻ ഇതിൽ ഇവിടെ നിർത്തിയിട്ട് ഇത് കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവന്മാർ തന്നെത്താൻ ആർമർ വലിച്ചറിയുന്നു. ഞാൻ ഇങ്ങനെ സാധനം മേടിച്ചിട്ട് പോലുമില്ല. അത് ഞാൻ ചോദിച്ചേ. ഗെയിം ഇതിൽ ക്രാഷ് ആയിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ബാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് ഞാൻ അവിടെ ഏക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ വില്ലേജർ അവിടെ ജനിച്ചു. അങ്ങനെ കുറച്ച് പേര് ഇവിടെ കൊണ്ടിട്ടു. അങ്ങനെ കുറച്ച് പേര് അവിടെ കൊണ്ട് വിട്ടു. 5 പേരെന്തോ 4-5 പേരെന്തോ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പം ഞാൻ ഗോൾഡൻ ക്യാറ്റ് ഒറ്റ ഓർമ്മ നേരെ തിന്നിട്ടുള്ളൂ ഗൈസ്. എന്തായാലും ഇത്രയും ഗോള ബാക്കിയില്ലേ എല്ലാവരുമായിട്ട് ട്രേഡ് ഗൈസ്. സംതിങ് എനിക്കെന്തോ ഈ സെർവർ എന്തോ ഈ ലെവലിൽ എന്തോ പ്രശ്നമുള്ള പോലെ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടും. വിട്ടല്ല നമുക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കുമല്ല. പക്ഷെ നമുക്ക് കാര്യം എടുത്തിട്ട് വരാം. എനിക്ക് അവിടം വരെ പോകാനും പിന്നെ ഫാസ്റ്റ് നോക്കട്ടെ.
വാ മലയ്ക്ക് പോർട്ടൽ വഴി പോയാൽ മതിയായിരുന്നു, ബട്ട് ഇവൻ്റെ ഫാസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. എന്നാൽ പിന്നെ ഗൈസ് ഞാൻ അവിടെ എത്തിയിട്ട് അതിനെടുത്തിട്ട് എൻ്റെ കൈ നിറച്ച് അതിനെടുത്തിട്ട് ഞാൻ പോരാം. അപ്പോൾ ഗൈസ് അതിനൊക്കെ എടുത്തൊന്നും നമ്മൾ വന്നിട്ടില്ല. ഇനി അതിനുണ്ട്, സോ പേടിക്കാൻ എനിക്കൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി ഇത് വലിയൊരു പണി കഴിയത്തിലോട്ടുന്നു. ഗൈസ് എല്ലാവരും ഞാൻ ഒന്ന് മാക്സ് ആക്കിയിട്ടാണ് ഗൈസ്. ഓർത്തൻ മാസ്റ്റർ ലെവലാക്കിയിട്ടുണ്ട്. ഇത്രയും എമൗണ്ടും കിട്ടി. സ്വാഭാവികം നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്. ഗൈസ് ഇതെന്താ ഈ ഗോൾഡ് മാക്സ് ഇവന്മാർ തരുന്നതാണ്, ഞാൻ കണ്ടോ ഇപ്പോൾ കണ്ടില്ലേ? ഇവന്മാർ എനിക്ക് 2-3 ഗോൾഡ് മാക്സ് ഇപ്പോൾ തന്നു. അതെന്താ ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതോ ഇനി പുത്തൻ എന്തെങ്കിലും കൈൻ്റെ മോഞ്ചാക്ക് ചെയ്താണോന്ന് അറിയില്ലല്ലോ. അവൻ വിളിക്കുന്നത് ഒരു എഫിഷ്യൻസി 2 ഉള്ള ഒരു ആക്സും സ്വീപ്പിംഗ് എച്ച്, അത് കൊള്ളാം ഗൈസ്. എനിക്കത് ആവശ്യമുണ്ടായിരുന്നു. 16 ബാക്കിയുള്ളവന്മാർ എന്തൊക്കെ തരുന്നത് നോക്കിയിട്ട് എല്ലാവരുമായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തവനെയും നമ്മൾ മാക്സ് എക്സ്പേർട്ട് ലെവലാക്കിയിട്ടുണ്ട്, മെയിൻ മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. കണ്ടോ ഇവന്മാർ എനിക്ക് എന്തൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്, എനിക്കിതൊന്നും വേണ്ട. ഇവിടെ തരുന്ന സ്മിത്തും ഫോർച്യൂൺ 3 എഫിഷ്യൻസി 5. എന്തായാലും നമ്മൾ ഇതൊക്കെ കളയാനുള്ള. അപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഏതാ ഗുണമല്ലേ. അതുകൊണ്ട് അപ്പം എല്ലാവരും ആക്കിയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ എന്ത് കൂടും ഗൈസ്. അപ്പം നമ്മൾ കുറേ നേരം കവന്മാരുമായിട്ട് ട്രേഡ് ചെയ്ത് അവസാനം എല്ലാവരും മാക്സും ആക്കി. ഇപ്പം എൻ്റെ ഇരിക്കുന്ന എമറാൾഡ് എത്രയാണെന്ന് നോക്കുക, 64 എണ്ണം. എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഇതുവരെ. അപ്പോൾ ഗൈസ് ഇതോടെ നമ്മുടെ അയനാർമനോട് ബാബായ് പറഞ്ഞേക്ക്. നിങ്ങൾ ഒരിക്കലും കാണാതിരിക്കട്ടെ. പിന്നെ മറ്റവന്മാരെ എനിക്കൊന്ന് മാക്സ് ആക്കണം, ആ ഫുഡുകളെ, ഫുഡ് തരുന്നവന്മാരെ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഗോൾഡൻ ക്യാരറ്റ് എനിക്ക് മേടിച്ച് വെക്കാം. ഇപ്പം സാധാരണ കണ്ട ഗൈസ് എൻ്റെ ഗായ് മൊത്തം എമറാൾഡ്, ഇതാണ് എനിക്ക് വേണ്ടത്. പിന്നെ ടോട്ടോ ഇതുണ്ട്. നമുക്കിപ്പം ഇവിടെ ഏറ്റവും കുറവ് ഒരു സോഡ് കൊള്ളാം ഗൈസ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഡയമണ്ട് ടൂള് കിട്ടി. ഫസ്റ്റ് ഇതിൽ നിന്നായിരിക്കും ഗൈസ് തുടക്കം. ഇത് എഫിഷ്യൻസി ഇതെടുക്കാം, എന്തായാലും നമ്മൾ കളയും. യെസ് അപ്പോൾ നമുക്ക് ഇവിടെയാണ് ടൂൾസ് ഇതല്ലേ, ഇത് ആർമർ അല്ല ടൂൾ സ്മിത്ത്. യെസ് ടൂൾ സ്മിത്ത്. ഇവിടെ പിക്കാക്സ് എഫിഷ്യൻസി 3 അൺബ്രേക്കും 3യോ വാത്ത ആക്സ് ആണ് നോക്കുന്നില്ല. എഫിഷ്യൻസി 3 അൺബ്രേക്കും 3 എഫിഷ്യൻസി 2 ഒരു ഗുണമില്ല. പിന്നെ കേസ് നമ്മൾ വേറെ റൈഡും കൂടെ വിളിച്ചായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല സോറി. പക്ഷേ ഒരു റൈഡും കൂടെ വിളിച്ചപ്പോൾ നമുക്ക് എന്താ കുറച്ചും കൂടെ ഇത് കിട്ടി. അതാണ് നിങ്ങൾ പറയാൻ മറന്നുപോയി. അല്ലെങ്കിൽ എഫിഷ്യൻസി 3 അൺബ്രേക്ക് അല്ലെങ്കിൽ 2 പിക്കാക്സ് വേണം. സോ ഒരെണ്ണം ഇപ്പോഴേ മേടിച്ച് വെച്ചേക്കാം. അല്ല സിൽട്ടച്ച് അതിലെന്തൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ, മാറ്റാനൊന്നുമില്ലല്ലോ, കൂട്ടിയാൽ പോരെ. അപ്പം അത് കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ യെസ്. അപ്പം ഇത് നമുക്ക് എടുത്ത് മേടിച്ച് വെക്കാം ഗൈസ്. അപ്പം ഇപ്പം നമ്മൾ ഓട്ട്പോയായി. ഇനി ശവല് ഒരു ബുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇന്ന് ഞാനിരുന്ന് മൊത്തം ഇവന്മാരെ ട്രേഡ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് ഇവന്മാരുടെ കാര്യത്തിൽ ഇന്ന് ഗൈസ്. അപ്പോൾ നമുക്കോ പ്രൊജക്റ്റീവ് പ്രൊട്ടക്ഷൻ 2 ഇതെന്ത് തന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇതെടുക്കാം ഗൈസ്. പ്രൊട്ടക്ഷൻ ആർമറല്ലേ നമ്മൾ എന്തായാലും ഇടണ്ടേ. ഇപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ് വരും ഗൈസ്. അപ്പോൾ നമ്മൾ കവർ മീ വിത്ത് ഡയമണ്ട്സ് എടുത്തിരിക്കുന്നു. പിന്നെ ആർമറെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ ഗൈസ്. നിങ്ങളെയും കാണിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഇനി കട്ട് ചെയ്യാൻ പോകുന്നല്ല. അപ്പോൾ അടുത്തത് ഹെൽമെറ്റ് അല്ല, അടുത്തെന്താ കിടക്കുന്നത് ഇവിടെ? ബൂട്ട് ഫയർ പ്രൊട്ടക്ഷൻ 1 കൊള്ളാം. വേണ്ടേ വേണ്ട, അനുവില്ല. അയ്യോ അതുണ്ടാക്കണമെങ്കിൽ എങ്ങ് പോകണം. കുഴപ്പമില്ല ഗൈസ്, ഇത് നമുക്കങ്ങ് മേടിച്ച് ഇട്ട് വെച്ചേക്കാം. അൺബ്രേക്കും മേടിക്കുന്നതായിരിക്കും നല്ലതാണ് ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതാണെങ്കിൽ പിന്നെ കളയേണ്ട ആവശ്യമില്ലല്ലോ.
അങ്ങനെ അവസാനം അപ്പോൾ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് ഞാൻ മൊത്തം ഗ്രൈൻഡിങ് ആയിരിക്കും കേസ്. ഡയമണ്ട് ആർമർ ഒന്ന് കണ്ടു കേസ്. ഇപ്പം നമ്മൾ OP ആയിക്കൊണ്ടിരിക്കുന്ന കേസ്. ആദ്യം നമുക്കൊന്നുമില്ലായിരുന്നു, ഇപ്പം നമുക്ക് ഡയമണ്ട് ആർമറായി. അടുത്ത നെതറൈറ്റ്, അതിന് മുമ്പ് ഡ്രാഗണിൽ കിട്ടിയ ഇങ്ങനെ കൊല്ലണം കേസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. ഇസ്മി ലോക്സ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ. താങ്ക്സ്.